ഹലോ കൂട്ടുകാരെ, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ അച്യുതൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമി കേക്കുമായിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വരികയാണ്. അങ്ങനെ ഓരോ പോലീസുകാർക്കും കൂട്ടത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. അവർ പറയുന്നുണ്ട് അച്ഛനോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറയണം, വിഷസ് അറിയിക്കണം. പിന്നെ ബർത്ത്ഡേ ഒക്കെ വളരെ കാര്യമായിട്ട് നടന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു, എന്തായാലും നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യണം. അതുപോലെ തന്നെ ഹെഡ് കോൺസ്റ്റബിളിനും കൊടുക്കും. അപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ചോദിക്കും, എന്തായി അച്യുതൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നിട്ട് നീ ഡോക്ടറെ കാണിച്ചോ? ആ, ഡോക്ടറെയൊക്കെ കാണിച്ചു, കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ, നല്ല കാര്യം, ആശ്വാസമായി എന്ന് ഹെഡ് കോൺസ്റ്റബിൾ തിരിച്ചും പറയും. പിന്നെ നമ്മുടെ ഭൂമി അജയിൻ്റെ ക്യാബിനിലോട്ടാണ് പോകുന്നത്. അജയിൻ്റെ ക്യാബിനിലോട്ട് പോകുമ്പോൾ അജയ് ആണെച്ചെങ്കിൽ ആകെ തല പെരുത്തിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഒരു കേസ് വന്ന് കിടക്കുന്നുണ്ട്. അതാണെച്ചെങ്കിൽ കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന് ആകെ കൺഫ്യൂഷനായിട്ടുള്ള ഒരു കേസും. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിലും ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുകയാണ് അജയ്. ആ സമയത്താണ് ഭൂമി കേക്കും കൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഭൂമി പറയും, സർ കേക്ക് കൊടുത്തിട്ടുണ്ട്, അച്ഛൻ്റെ പിറന്നാളായിരുന്നു, അതിൻ്റെ കേക്കാണ് എന്ന് പറയും. അപ്പോൾ അജയ് പ്രത്യേകിച്ച് മുഖമൊന്നും ഉയർത്തി അവളെ നോക്കുന്നൊന്നുമില്ല. ആ, അതവിടെ വെച്ചിട്ട് പൊക്കോ എന്ന് പറയും. ശരി എന്ന് പറഞ്ഞ് ഭൂമി ആ കേക്ക് അവിടെ വെച്ചിട്ട് പോകുമ്പോൾ മെല്ലെ ഒന്ന് തിരിഞ്ഞു നോക്കും. അത് അജയ് കാണും. അജയ് ചോദിക്കും, നീ എന്താ തിരിഞ്ഞു നോക്കുന്നത്, നീ എന്താ പോകുന്നില്ലേ? അതല്ല സാർ, ഞാൻ അച്ഛനൊരു വിശ്വസ് പറയുമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തിരിഞ്ഞു നിന്നേ ഉള്ളൂ. ഓ, എന്ത് വിശ്വസ്? നീയേ ഉടായിപ്പ്, നിൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഒരു ഉടായിപ്പായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ട് തരികിടകളല്ലേ, അങ്ങനത്തെ ഒരാൾക്ക് ഞാൻ എന്തിനാണ് വിശ്വസ് പറയുന്നത് എന്ന് അജയ് പറയും. അത് കേട്ടതോടുകൂടി അവൾക്ക് ആകെ വിഷമം. കാരണം ഓൾറെഡി അച്ഛന് ഈ അസുഖമൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ നിൽക്കുമ്പോൾ അവൾ അച്ഛനെ തരികിട എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്ന് കരയാൻ തുടങ്ങും. അപ്പോൾ അത് കണ്ടപ്പോൾ അജയിന് ഒരു കുറ്റബോധവും വിഷമവും തോന്നും. എത്രയായാലും ഒരു പെൺകുട്ടിയല്ലേ, കരയുന്നത് കണ്ടപ്പോൾ അജയിന് ഒരു വിഷമം. അപ്പോൾ അജയ് പറയും, സോറി, ഞാൻ അത്ര കാര്യമായിട്ട് പറഞ്ഞതല്ല, ഒരു തമാശ എന്ന രീതിയിൽ പറഞ്ഞതാണ്, സോറി, നിനക്കത് ഫീൽ ചെയ്തെങ്കിൽ സോറി എന്ന് പറയും. അപ്പോൾ അവൾ പറയും, എനിക്ക് മനസ്സിലായി സാർ, എൻ്റെ അച്ഛനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നിയതാണ്. എൻ്റെ അച്ഛൻ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ആളാണെന്ന് ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലാണ് എനിക്ക് മനസ്സിലായതെന്ന്. അപ്പോൾ അജയ് ചോദിക്കും, എന്താ നിൻ്റെ മുഖം കാണുമ്പോൾ ഒരു ടെൻഷൻ ഉള്ളതുപോലെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല സാർ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുകയാണ്. പിന്നെ നമ്മുടെ അച്യുതൻ്റെ പ്രിയപ്പെട്ട അംബാസിഡർ കാറുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു കടയുടെ മുന്നിൽ കാറ് നിർത്തിയിട്ടിട്ട് ഒരാളെ കാണാൻ വേണ്ടി അച്യുതൻ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ആ നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഒരു പെർഫ്യൂം ഷോപ്പ് ഉള്ളത്. ആ പെർഫ്യൂം ഷോപ്പിൽ നിന്ന് പെർഫ്യൂംസ് പർച്ചേസ് ചെയ്യുകയാണ് ഭവാനി. അങ്ങനെ ഭവാനി ഓരോ പെർഫ്യൂം അങ്ങനെ അടിച്ച് നോക്കി സ്മെല്ലൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കടയിലെ മിററിൽ, കണ്ണാടിയിൽ ഒരാളെ കാണും. അത് ആരുമല്ല, നമ്മുടെ അച്യുതനാണ്. അച്യുതൻ ആ കടയുടെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ അച്യുതൻ്റെ മുഖം ആ കണ്ണാടിയിൽ കണ്ടതാണ്. അപ്പോൾ ഭവാനിക്ക് അച്യുതനെ കണ്ടതോടുകൂടി ആകെ ഒരു ഷോക്ക് വരും. കാരണം ഭവാനിയും അച്യുതനും തമ്മിൽ പണ്ടൊരു കരാറുണ്ടായിരുന്നു. അങ്ങനെ ഭവാനി പുറത്തോട്ട് ഇറങ്ങി നോക്കണം, അത് അച്യുതൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി നോക്കും. അപ്പോൾ ഇയാളെ അച്യുതൻ്റെ പിൻഭാഗം മാത്രമാണ് കാണുന്നത്, മുഖം കാണുന്നില്ല. അപ്പോൾ ഭവാനി വിചാരിക്കുമോ എനിക്ക് തോന്നിയതാണെന്ന്. അപ്പോൾ അങ്ങനെ തിരിച്ച് മടങ്ങാൻ നേരത്താണ് അച്യുതൻ തിരിഞ്ഞ് നിന്ന് ഒരാളോട് സംസാരിക്കുന്നത് കാണുക. അപ്പോൾ ഭവാനിക്ക് ഉറപ്പാവും, ഓ, ഇത് അച്യുതൻ തന്നെയാണ്. അങ്ങനെ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട്. ഭവാനിയുടെ മുഖമാണെങ്കിൽ അച്യുതനോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ഭവാനിയുടെ മുഖം. പക്ഷെ അച്യുതൻ്റെ മുഖത്താണെച്ചെങ്കിൽ ഒരു ഭയമാണ്. അച്യുതൻ ഭവാനിയെ കണ്ട ഉടൻ തന്നെ ഒരു 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 കടയുടെ സൈഡിൽ പോയിട്ട് ഒളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഭവാനിക്ക് മനസ്സിലായി അച്യുതൻ ഒളിച്ച് നിൽക്കുകയാണെന്ന്. ഭവാനി കുറച്ച് നേരം അച്യുതനെ കാത്തു നിൽക്കും. അച്യുതന് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മീതെ നാളെ 11 മണിക്ക് കാണണം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അത് കാറിൻ്റെ വൈപ്പേഴ്സിൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കും. അങ്ങനെ ഭവാനി അവിടെ നിന്ന് മടങ്ങുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സൗഭാഗ്യപുരത്ത്
സൗഭാഗ്യാമ്മയും അജയിൻ്റെ അമ്മയും കൂടി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുന്നത് വിവാഹക്കാരെയാണ്. അജയ് ആണെച്ചെങ്കിൽ ഒരു പിടിയും തരുന്നില്ല. വിവാഹത്തിന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അല്ലെങ്കിൽ ഒന്നും അജയ് പറയുന്നില്ല. ആകെ ഒരു ഒഴിഞ്ഞ മട്ടാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ആ വിവാഹം നടത്തണം എന്നുള്ള ചിന്തയിലാണ് അവർ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഞാൻ അവനെ ഇങ്ങനെ നിർബന്ധിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവന് പരാതി ഉണ്ടാവും ഭാവിയിൽ. പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ വീടിൻ്റെ കെട്ടുറപ്പാണ് എനിക്ക് ഏറ്റവും വലുത് എന്ന്. ഇതേ സമയം നമ്മുടെ അജയിൻ്റെ ഒരു ഫ്രണ്ട് ആൽഫ്രഡ് അങ്ങോട്ട് വരികയാണ്. ആളാണെച്ചെങ്കിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവനാണെച്ചെങ്കിൽ ലഡുവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അവൻ കൊടുത്തൊരു കേസ് ജയിച്ചു. അപ്പോൾ അതിന് 2 കോടി രൂപ നഷ്ടപരിഹാരവും പിന്നെ തോറ്റ ആൾക്ക് 2 വർഷം തടവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ലഡുവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലഡുവൊക്കെ ഇവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഒരു കാര്യം അറിഞ്ഞോ അജയൻ്റെ വിവാഹത്തിൻ്റെ കാര്യം എന്ന് ചോദിക്കും. ഞാൻ അറിഞ്ഞു, അഞ്ജനേനെ ആയിട്ടുള്ളതല്ലേ, അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവനൊരു പിടിയും തരുന്നില്ലടാ. അത് അവൻ അങ്ങനെ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കും, നീ ഭക്ഷണം വല്ലതും കഴിച്ചോ? ഇല്ല, ഞാൻ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. എന്നാൽ ശരി, നീ വായോ, ഭക്ഷണം കഴിക്കാം എന്ന് പറയും. അങ്ങനെ ജോലിക്കാരിനെ വിളിച്ച് സൗഭാഗ്യാമ്മ പറയും, ദേ ഇവൻ ചില്ലറക്കാരനല്ല, ഇവന് കാര്യമായിട്ട് ഭക്ഷണം കൊടുക്കണം, അതും നല്ല വിഭവങ്ങൾ തന്നെ വേണം, നീ ഭക്ഷണം എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ജോലിക്കാരി ശരി എന്ന് പറയും. അങ്ങനെ സൗഭാഗ്യമ്മയാണ് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയാണ്. വിളമ്പി കൊടുക്കുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിനക്കൊരു ഉത്തരവാദിത്വം തരാൻ പോവാണ് ഞാൻ. വേറെ ഒന്നുമല്ല, അജയിൻ്റെ വിവാഹക്കാര്യം നീ അജയിൻ്റെ അടുത്ത് ചോദിച്ച് അവനെക്കൊണ്ട് സമ്മതിപ്പിക്കണം. അത് നിൻ്റെ കടമയാണ് എന്ന് പറയും. അപ്പോൾ അവൻ പറയൂ, ഞാനൊന്നും ചെയ്യില്ല കേട്ടോ, ഞാൻ പറഞ്ഞാൽ എനിക്ക് അവനോട് ചോദിക്കാൻ വയ്യ, പിന്നെ ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല. അതൊന്നും നീ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് നീ പറയാൻ നോക്കണ്ട. നീ അവനെക്കൊണ്ട് സമ്മതം വാങ്ങിപ്പിക്കണം. ആ സമ്മതം നീ അത് സമ്മതിക്കും. നീ ചെയ്യാമെന്ന് നീ ഉറപ്പ് തരണ വരെ നിനക്ക് ഭക്ഷണം ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കും, അത് മുഴുവൻ നീ കഴിക്കാൻ വേണം എന്ന് പറയുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ വേണ്ട മുത്തശ്ശി, എനിക്കിതാ എൻ്റെ വയറ് ഇപ്പം തന്നെ നിറഞ്ഞു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവർ ഭക്ഷണം വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാണ്ട് അവൻ അവിടെ നിന്ന് എണീറ്റ് ഓടുകയാണ്. അപ്പോൾ മുത്തശ്ശി അജയിൻ്റെ അമ്മോട് പറയും, അവൻ എങ്ങനെയെങ്കിലും കാര്യം സാധിപ്പിച്ചോളുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭൂമി ഒരു ബാങ്കിലോട്ട് പോവുകയാണ്. വേറെ ഒന്നുമല്ല, ഭൂമിക്ക് ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. ഓൾറെഡി അവൾക്ക് അവിടെ ഒരു ലോണുണ്ട്, 8 ലക്ഷത്തിൻ്റെ ലോണുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. അത് എടുത്തുള്ളത് കോഫി ഷോപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മാനേജർ പറയും, ഓൾറെഡി ഒരു ലോൺ ഉള്ളത് കൊണ്ട് എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഭൂമി പറയും, എൻ്റെ അച്ഛന് ഇങ്ങനെ വയ്യാതെ ആയിട്ടാണ്, അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 14 ലക്ഷം രൂപ വേണം. ഞാൻ എൻ്റെ ലോണൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ, സാറിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ഇവൾ റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ അയാൾ പറയും, ഇതെനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല, ഞാൻ എന്തായാലും ഹെഡ് ഓഫീസിൽ ചോദിച്ചിട്ട് തീരുമാനം പറയാം. അങ്ങനെ പിന്നെ നമ്മൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ അജയും മറ്റൊരു പോലീസുകാരനും തമ്മിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ മകൻ്റെ കേസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് ആത്മഹത്യ ചെയ്ത നിലയിലായിരുന്നു മൃതശരീരം കണ്ടിരുന്നത്. പക്ഷേ ആ റൂമിൽ നന്നായി വെള്ളം തളം കെട്ടി നിന്നിരുന്നു. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ നല്ല പൊക്കത്തിലാണ് കയർ കെട്ടിയിരുന്നത്. അത്രയ്ക്കും ഉയരത്തിൽ കയർ കെട്ടണമെങ്കിൽ ആ റൂമിൽ എന്തെങ്കിലും ഒരു കസേരയോ മേശയോ അങ്ങനെ എന്തെങ്കിലും വേണം. അങ്ങനെ ഒന്നും തന്നെ ആ റൂമിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ റൂമിൽ നിറച്ച് വെള്ളമായിരുന്നു. ടാപ്പ് തുറന്നിട്ട രീതിയിലായിരുന്നു. പക്ഷേ ടാങ്ക് കാലിയാവുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഉണ്ടായത്. പിന്നെ അവിടേക്ക് വന്ന ഒരു KSEBിയുടെ ഉദ്യോഗസ്ഥനാണ് ഈ മൃതശരീരം കണ്ടത്. ഇങ്ങനെയാണ് ആ കേസിൻ്റെ കിടപ്പ് എന്ന്. അപ്പോൾ അജയ് പറഞ്ഞു, ഇത് ഇത് മർഡറാണോ അതോ ആത്മഹത്യയാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഭൂമി കേൾക്കുന്നുണ്ട്. കൂട്ടത്തിൽ അജയ് പറയുന്നുണ്ട്, ഇതിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതി തള്ളിവിടാമെന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് ഭൂമി അങ്ങോട്ട് കയറി വരികയാണ്. അപ്പോൾ ഭൂമി അജയിനോട് പറയണം, സാർ അയാളൊരു വലിയ ഐസ് ക്യൂബിൻ്റെ മീതെ കയറി നിന്നിട്ട് ആത്മഹത്യ ചെയ്തതാവാൻ വഴിയില്ലേ? അപ്പോൾ ഐസ് ക്യൂബ് ഉരുകുന്നതിനനുസരിച്ച് അയാളുടെ കഴുത്തിൽ അത് മുറുകുകയും ചെയ്യും, അങ്ങനെ മരിച്ചതായിക്കൂടെ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭൂമിയെ അജയ് വഴക്ക് പറഞ്ഞിട്ട് ഇറക്കി വിടും. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, നീ വല്ല പോലീസുകാരത്തൊന്നും ആവണ്ടെന്ന്. പക്ഷെ അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അജയ്ക്ക് തോന്നുകയാണ് അവൾ പറഞ്ഞതിലും കുറച്ച് ശരിയുണ്ട്, എന്തായാലും ഫയൽ ക്ലോസ് ചെയ്യണ്ട, ഒന്നും കൂടി അന്വേഷിക്കാമെന്ന്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്.